ജോലി ഞാൻ വാങ്ങിത്തരാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 10% കമ്മീഷൻ എനിക്ക് തരേണ്ടി വരും. പറ്റുമോ? एलो पहले काम किया? हाँ, अच्छा एक्सपीरियंस है. कितना दिन का कॉन्ट्रैक्ट है? 15 दिन के लिए काम है. ठीक है, तुम लोग इनके साथ काम करो, मैं जाता हूँ. हाँ जी. പോ പോയിട്ട് ജോലി ചെയ്യ്. എടുത്ത് തലയിൽ വെക്ക്. എടുക്ക് ചേച്ചി. എണീറ്റ് വാടാ, അവിടെ കിടന്ന് ചാവാൻ നിൽക്കണ്ട. വേഗം വേഗം കൊണ്ടുപോയി ഇട്. ചെല്ല് ചെല്ല്, വേഗം ആവട്ടെ. रात में मैं जल्दी आऊंगा. ओके? संभाल के काम करो. ऊपर से पत्थर फेंक रहे हो. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലെന്താ? നിങ്ങൾക്ക് സൂക്ഷിച്ച് ജോലി ചെയ്തൂടെ? എന്താ ചെയ്യുന്നേ? എടാ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. വേഗം. അതെടുത്ത് അവളെ വായിൽ കുത്ത്. അവളായിട്ട് വരുത്തി വെച്ചതല്ല. പോരി, പോ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വാ. കുറച്ചേരം കിടക്കട്ടെ ഏട്ടാ. 2 ദിവസം നിർത്താതെ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ കളിക്കും. അയ്യോ എന്റെ ദൈവമേ, എന്നെ കൊണ്ട് പറ്റില്ലടി ഇതൊന്നും. വിളിക്കുന്നു. ഇരിക്കാൻ സമ്മതിക്കില്ല. എടാ ഇങ്ങനെയാണ് വെട്ടുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞാലടാ എങ്ങനെ വെട്ടണ്ടെന്ന്. ഇങ്ങനെയാണോടാ പണിയെടുക്കുന്നത്? പറയടാ. ഒന്നുമില്ല, നീ നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ നിന്നൂടെ ചോദിക്കായിരുന്നു. അത് കുറച്ച് ഒച്ചത്തിൽ ചോദിച്ചു, അത്രേ ഉള്ളൂ. നിന്റെ കാല് പിടിച്ച് പറയാ, വെറുതെ പണി ഉണ്ടാക്കല്ലേ. क्या हुआ? क्या हो गए? क्या हुआ? ये सब क्या करते तुम लोग? मेरे को तुम लोग बहुत बर्बादी किया. मैं ओनर को क्या बोलेगा? कहाँ से पकड़ा इन लोगों को? जल्दी इधर से निकल जाओ. എന്ത് വേണേ പറഞ്ഞോ, ഞങ്ങൾക്ക് നാട്ടിൽ പോണം. കാശ് താടാ. पूरा सबके नाश कर दिया. बाहर जाओ इधर से. मेरा मुंह मत देखो. जल्दी 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 जाओ. जल्दी इधर से बाहर जाओ. तुम क्या देखता है? बाहर जाओ इधर से. जल्दी जाओ. जल्दी जाओ. ഓരോന്നൊക്കെ ചെയ്തിട്ട് കരയുന്നു. ഞാനൊന്നും ചെയ്തതല്ല, പണിയെടുക്കുമായിരുന്നു. അപ്പോഴാ അവള് വിളിച്ചേ. അതാ ഞാൻ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞ് നീ മാത്രമാണ് താഴത്തേക്ക് പോയേ. നമ്മുടെ ജീവിതം എങ്ങനെയാക്കി. നീ ഇപ്പൊ ചോറിലും മണ്ണിട്ടു. ഇനി എന്തൊക്കെ വരുമോ എന്തോ. എന്റെ ദൈവമേ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോടാ. ഒന്ന് പോയേട്ടാ. ഞങ്ങളെന്താ ബിരിയാണി കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്? വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഈ ഡാൻസ് പഠിക്കുന്നതിന് പകരം വല്ല നീന്തലും ആയിരുന്നു പഠിച്ചിരുന്നെങ്കിൽ നീന്തിയെങ്കിലും അങ്ങ് വീട്ടിൽ ചെല്ലായിരുന്നു. അല്ലടി? എങ്ങനെ? നീ കടൽ നീന്തി കിടക്കോ? ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. വായിൽ കുറച്ച് ഈയം കലക്കി ഒഴിക്കണം. ഈ അവസ്ഥയിൽ നീ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നത്? कौन है लोग? यहाँ सो नहीं सकते. उठो उठो. जल्दी जाओ इधर से. जाओ जाओ, चलो जाओ उधर से. उठो 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 उठो, जाओ जाओ जाओ, उठो जल्दी जल्दी जल्दी. ചേട്ടാ, നാട്ടിലേക്ക് പോകാൻ അച്ഛനോട് കാശ് ചോദിച്ചാലോ? എന്റെ അച്ഛനോടോ? എന്റെ അച്ഛനൊക്കെ എപ്പോഴേ മരിച്ചതാ. നിങ്ങൾക്ക് അച്ഛനല്ലേ? അതിലും നല്ലത് നിന്റെ അച്ഛൻ പോയടത്തേക്ക് എല്ലാരും പോകുന്ന. ഉണ്ടാതിരിക്കണം. ചേട്ടാ, ഒരു ചായയും പെന്നും കഴിക്കാനുള്ള പൈസ പോലും ആരെടുത്തില്ല. ആഗ്രഹമില്ല എന്നിട്ടല്ല. നല്ല വിശപ്പ് തോന്നുന്നുണ്ടെന്നേ.
എടാ നീ എന്തോ മേക്കപ്പ് എടുത്തോണ്ട് വാടാ. നോക്കി ഇരിക്കാണ്ട് എന്റെ കൂടെ വരണ്ടെങ്കിൽ വാ. ഇന്ന് രണ്ടിലൊന്നും അറിയണം. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുള്ളൊരു വാ, അല്ലെങ്കിൽ എന്റെ പട്ടിണി ഇടുന്ന ചാവും. എടോ താൻ എവിടേക്ക് പോണേ? അവള് വീണ്ടും എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാൻ വേണ്ടി പോവാ. അവളെ വിശ്വസിച്ച് പോയാലേ നോക്കാം, മുള്ളുമരം കണ്ടില്ലേ? അതിന്റെ മുകളിൽ ദിവസവും ഡാൻസ് കളിക്കുന്ന പോലെ ആയിരിക്കും പിന്നെ ജീവിതത്തിന്റെ അവസ്ഥ. അതൊന്നും സാരമില്ല, പട്ടിണികളൊക്കെ രക്ഷപ്പെടാം. എങ്ങനെ കിട്ടുമല്ലോ പോയാ. ശാലിനി, ഇപ്പൊ നീ ചെയ്യാൻ പോകുന്ന നൃത്തത്തിന് ഇവന്മാര് പലിശക്ക് കാശെടുത്തൊന്ന് തരും നമുക്ക്. അയ്യോ, ദേ നോക്ക്. ചോര മോളെ. ഒരുപാട് ചോര പോകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ കാണിക്കുന്നേ? ആദ്യം ചേട്ടന് ഭക്ഷണം കൊടുക്ക. ഏട്ടന് വിശക്കുന്നുണ്ടാ ഞാനിത് ചെയ്തത്. പിന്നെ എല്ലാവരും പറയാ, അവിടെ നടന്ന കാര്യങ്ങൾ എന്റെ അപ്പനോട് ആരെങ്കിലും പറഞ്ഞാ കൊന്നു കളയും ഞാൻ. അന്നമാലിലെ മുള്ളിന്റെ മേലെയാണോ നീ ആടിയത്? കാല് മുഴുവൻ പഴുത്തിരിക്കുകയാണല്ല. എന്താ എന്റെ മൻ പാടണ പാട്ട് എന്താ, ആടണ ആട്ടം എന്താ? ഓരോരോ ഗതികേടുകള്. എടോ കളവാ, തനിക്ക് നാണല്ലോ. പെണ്ണുങ്ങളായിട്ടാണോ കള്ളു പിടിക്കുന്നേ? പോടാ തലകറിച്ചാലേ. എഴുന്നേറ്റ് പോടി. അയാൾക്കാണ് വിവരമില്ല. നിന്റെ ബുദ്ധി ഇല്ലാതായോ? വിവരം കേട്ടവളെ, നീ വേദനയ്ക്കുള്ള മരുന്നും ഗുളിയൊക്കെ കഴിക്കുന്നല്ലേ? നീ ഒപ്പം കള്ളു പിടിക്കാണോ? ചേട്ടാ, മരുന്നൊക്കെ എനിക്ക് സൈഡ് ഡിഷ് പോലെയാ. പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവളുടെ മുറിവ് ശരിയായി വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. മരുമോളെ, ഇവന് ഈ ബീഡിയും സിഗരറ്റും വലിക്കണ ശീലമൊന്നുമില്ലേ? ഞാൻ എന്താ വിചാരിച്ചേ? ആരെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നെ? എന്റെ ചേട്ടനെ എന്നെ പോലെ ചീത്തയാണെന്ന് കരുതിയോ? അതിനല്ലേ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്നില്ലേ? അവന് നിന്നെ പറ്റി എന്തെങ്കിലും വിചാരമുള്ളോടേ? അതൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് മാറ്റർ കക്കൂസ് പോലെ വന്നിരിക്കുന്നത്. കക്കൂസാ? എന്റെ പൊന്നച്ച, ഇത് ഞങ്ങള് തമ്മിലുള്ള കാര്യ. ഇതില് തലയിടാൻ നിക്കല്ലേ, മനസ്സിലായാ? ഒഴിക്ക്. നിന്നെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. ഇത് കുറച്ച് അവന് കൊടുത്താലേ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയും. എടോ, നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്ന് കരുതി കൂടിയിരുന്ന് കുടിച്ചപ്പോ എന്തും പറയാന്നയോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതാ നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ്. ഇനി മേലാക്ക എന്റെ ഏട്ടനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ നിങ്ങളെ ഞാൻ ഒന്ന് പോടോ കിളവാ. കുടിക്കാൻ വന്നേക്കോ കിളവൻ. പോയി കിടന്ന് ഉറങ്ങ്. എന്താണ് ഭായി, ഒരു കന്നാലിയൊക്കെ വിലയാണല്ലോ തോലിന്. എടാ നോക്ക് സന്തോഷേ, ഇത് മൊത്തം ആട്ടുംകുട്ടിയുടെ തോലാ. ഇത് വെച്ച് നീ ഒരു തപ്പുണ്ടാക്കാന്ന് വിചാരിച്ചോ? കേൾക്കുന്നവന്റെ കാത് പൊട്ടിപ്പോകും. അവസാനമായിട്ട് പറയാ, തോലിന് വേണം 100 രൂപ കുറയ്ക്കാം, അല്ലാതെ 10 പൈസ കുറയ്ക്കില്ല. അതെ, ഇപ്പൊ പിച്ചക്കാർക്ക് പോലെ 1 രൂപ കൊടുത്താൽ ഒരു മോതയ്ക്ക് വലിച്ചെറിഞ്ഞിട്ടാ പോവാ. ഒരു പീസിന് 150 രൂപ ബില്ല് കുറച്ച് എഴുതിയാൽ മതി. എടാ ഇങ്ങ് വന്നേ. അവിടെ എത്തിയപ്പോ തന്നെ തോല് വാറാക്കാനുള്ള കാര്യം തിരിഞ്ഞു നോക്കല്ലേ. ഒരു കുറെ നാളെ നമ്മളെ നോട്ട് ചെയ്തിരിക്കുക. അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ കണ്ടെന്ന് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഒരു കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എല്ലാവരും നോക്കുന്നു. നമുക്കൊന്ന് മാറി ഇന്ന് സംസാരിച്ചാലോ? ചേട്ടാ, ഈ ഹോട്ടലിലെ പൊറോട്ട നല്ലതാ, ഒന്ന് കഴിച്ചു നോക്കുന്നോ? അതൊന്നും വേണ്ട, അത് നിനക്ക് പറയാനുള്ളത് പറ. ചേട്ടാ, നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. അടിക്കില്ലാലോ അല്ലേ? അടിക്കില്ല, നീ പറ. അത് നിങ്ങളുടെ ട്രൂപ്പില് ശാലിനി എന്ന് പേരുള്ളൊരു പെൺകുട്ടിയില്ലേ? എന്റെ മനസ്സ് ഞാൻ അവൾക്ക് കൊടുത്തുപോയി ചേട്ടാ. നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ചേട്ടാ. അതിന് നിങ്ങളുടെ സമ്മതം വേണം. എല്ലുകൊണ്ട് അടിയിട്ട് നായനെ പോലെ പിന്നാലെ വരുന്ന കണ്ടപ്പോഴേ തോന്നി ഇത് തന്നെയായിരിക്കും എന്റെ മനസ്സിലിരിപ്പെന്ന്. ചേച്ചി, ചേച്ചി. നമസ്കാരം ചേച്ചി. എന്താ പറ്റി? തോളുവേദനയാണോ? എങ്ങനെ വേദന എടുക്കാതിരിക്കും? ഇന്നലെ അവിടെ വെച്ചിട്ട് ഒരുത്തനുണ്ടല്ലോ, ഇടിന്ന് വെച്ചാൽ നാളിലടി കൊടുത്ത് അവൻ ജീവനും കൊണ്ട് ഓടി. എന്തിനെ? ഇതൊക്കെ കാർന്നൂര് പറയണ്ടല്ലേ, ഞാൻ എന്തിനാ വരുന്നേ? എല്ലാം ഞാൻ പറയാമാ. ഒരേ ഒരു വട്ടം വീട്ടിലേക്ക് വാ.
ദയവേത് പറ്റില്ല എന്ന് മാത്രം പറയരുത്. അവൻ ആരെ കല്യാണം കഴിക്കാനാ? എന്റെ അനിയത്തിയാണോ? അങ്ങനെ അവൻ സമ്മതിച്ചാണല്ലോ. കറുപ്പാണെങ്കിൽ ആള് കാണാൻ നല്ല സുന്ദരനാ. പക്ഷെ അവൻ ആരോടെ ഇഷ്ടം എന്നറിയാമോ? നമ്മുടെ ശാലിനിയോട്. അതിനായിരുന്നു ഈ അടിയല്ല. ഒരു ശാലിനി, അവളാണ് ഉള്ളതിൽ നല്ല ആട്ടക്കാരി. ആട്ടം മുക്കിയാൻ വരുന്നവരെ എല്ലാവരും അവളെ ചോദിക്കുന്നത്. അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞാണ് ഞാൻ തല്ലി ഓടിച്ചത്. അവളെന്താ വലിയ ക്ലിയോ പാട്ടേ? അവളെ ആര് കല്യാണം കഴിച്ച എനിക്കെന്താ? എന്താ പറഞ്ഞേ? ഏയ് അച്ഛാ, എടി, അച്ഛാ, ശാലിനി, അച്ഛാ. ഓടാതെ. പൊന്നച്ഛാ. എന്താ ഇവിടെ? ഓ, എന്റെ അച്ഛാ. നീ കിടന്ന് ഓടുന്നേ. എന്താണ് ഇങ്ങനെ ഓടി വരുന്നത്? അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്റെ അച്ഛാ. എനിക്ക് വയ്യ. ആ ഫോട്ടോയിലുള്ളതാരാ? മോന്റെ അച്ഛനും അമ്മയാ. അവനെ അനാഥനാക്കി വിട്ടിട്ട് അവരങ്ങ് പോയി. നമസ്കാരമേ, നമസ്കാരം. ഇരിക്കും. ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ ഞാൻ? അതൊന്നും കുഴപ്പമില്ല മോനെ. കല്യാണക്കാര്യം പറയാൻ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വേറൊന്നും വിചാരിക്കരുതമ്മ. അത് സാരയില്ല മോനെ. ദയവേദം അത് സമ്മതിക്കണം. കല്യാണം കുടുംബജീവിതമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. സന്തോഷേട്ടനോട് ഞാൻ ഈ കാര്യം സംസാരിച്ചതാ. ആ ചേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു. അമ്മ എന്താ ആലോചിക്കുന്നേ? ഒരനാഥപ്പയ്യനെ എങ്ങനെ വിശ്വസിച്ച് പെണ്ണു കൊടുക്കുന്ന? അല്ലല്ല, അങ്ങനെയൊന്നും പറയില്ല മോനെ. എനിക്കൊരു 2 ദിവസം സമയം തരണം. തീർച്ചയായിട്ടും അമ്മ, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ. ഇത് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുത്താൽ മതി. എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? ആ മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആര് ചെയ്ത പുണ്യമാണോ, മോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ കൂടി മനസ്സ് വെച്ചാലേ അത് നടക്കുള്ളൂ. ഒത്തിരി ആലോചിച്ചിട്ടാ ഞാൻ അവന് വാക്കുകൊടുത്തത്. നീ തന്നെ പറ, ഇനി എത്ര നാളാ ശാലിനി ഇങ്ങനെ ആടി നടന്ന് സമ്പാദിക്കുന്നേ? ഏതെങ്കിലും ഒരാട്ടക്കാരിക്ക് നല്ല ജീവിതം കിട്ടിയിട്ടുണ്ടോ? അവളെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കട്ടെ. എന്താടി ഇത്? തല മുഴുവൻ മൊത്തം പോലത്തെ പേനാണല്ലോ. എന്താടാ കാര്യം? സന്തോഷേട്ടന കുളക്കടവിലുണ്ട്. തനിച്ചെന്തോ പറയാനുണ്ടെന്നാ പറഞ്ഞേ. ചേട്ടാ, ചേട്ടാ. എടി, അവിടെ ഇരിക്കുന്നുണ്ട്, പോടി. എന്താ ഏട്ടാ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞേ? നിനക്ക് വിവാഹപ്രായമായില്ലേ? അതേട്ടാ. നിന്റെ അമ്മയ്ക്കാണെങ്കിൽ അസുഖം കൂടി കൂടി വരിക. അതെ ചേട്ടാ. നീ എത്ര കാലം എന്ന് വെച്ചാൽ അങ്ങനെ ജീവിക്കാൻ പോകുന്നേ? അതേട്ടാ. സമയങ്ങളൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കണ്ടേ? അതേന്നെ, അതെ. എന്തായാലും നടക്കണം. കല്യാണം കഴിക്കണം, വീട് വെക്കണം, കുഞ്ഞുണ്ടാവണം, കാതുകുത്തണം, പേരിടണം. ഇതൊക്കെ പിന്നെ നടക്കേണ്ടതല്ലേ? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ശരി, പറ. കഴിഞ്ഞ 2 വർഷമായി നിന്റെ ഡാൻസും കണ്ട് ഒരുത്തൻ നിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഒരുത്തനാണോ കണ്ടത്? നാട് മൊത്തം കണ്ടില്ലേ? ഇപ്പൊ അതാ മുഖ്യം. നിങ്ങൾ എന്റെ കഴുത്തി താലി കെട്ടുന്നത് എപ്പോഴാന്ന് ആദ്യം പറ. നീ എന്നെ ഒന്ന് സംസാരിക്കാൻ ശരി, പറ. നിന്റെ ഡാൻസ് ഒരുത്തൻ കണ്ടെന്ന് പറഞ്ഞില്ലേ? അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. നീ ആട്ടക്കാരിയാണെന്ന് പോലും നോക്കാതെ അവൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാ. നിന്നെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി കാല് വരെ പിടിച്ചു. അതുമാത്രമല്ല, അവൻ ഡെപ്യൂട്ടി കളക്ടറുടെ ഡ്രൈവറാ. സർക്കാർ ഉദ്യോഗം.
മാസം 40,000 മേലെ ശമ്പളമുണ്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവനെ നീ ഓ ചാടി പോലെ തന്നെ അങ്ങ് മുങ്ങി ചാവ്. എന്താടി വാണി, എന്താ പറ്റിയെ? എന്റെ കല്യാണം ആലോചിക്കുന്നോ? എന്താ മാറി നിൽക്കണേ. എടി ആട്ടക്കാരി പെണ്ണേ, നിനക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ട് വേണ്ടെന്നാണ് പറയുന്നത്. ഒരു മടാകട്ടെ വേണ്ട. നിനക്ക് കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ കെട്ട്. എന്നെ വേറെ ആരുടെയും തല കെട്ടി വെക്കാൻ നിങ്ങൾ നോക്കണ്ട. ഇനി മേലെ ഇതുപോലത്തെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരെ നിൽക്കണ്ട. മനസ്സിലായോ? അയ്യോ നിർത്തിക്കോ. ആ ഒരു പ്രവർത്തനം പറയടാ. അടിക്കടാ അവിടെ നിന്ന്. ഇതൊന്ന് നോക്കി നിൽക്കുന്ന എന്തിനാ? അടിക്ക്. എടാ സന്തോഷം, നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. വീട്ടിലേക്ക് പോടാ. അങ്ങോട്ട് വാ. എനിക്ക് ഒരെണ്ണം ഒഴിക്കേ. രാനിയ നിനക്കെന്താ ഈ ശീലമൊക്കെ? ഈ കൂട്ടത്തിൽ നീ മാത്രമേ ഒഴിക്കാനാ പറഞ്ഞേ. കാശൊക്കെ ഞാൻ കൊടുത്തോളൂ. നീ എന്തിനാ പേടിക്കുന്നേ? ചേട്ടനുണ്ടാകുമ്പോ അടിക്ക്. ലാഭം കൂടി നമുക്ക് മേടിക്കാം കേട്ടോ. ധൈര്യമായിട്ട് അടിക്കുക. എന്തിനാണിങ്ങനെ കാശിന്റെ കാര്യമൊന്നും നീ ഓർത്ത് ഉണ്ടാക്കണ്ടാ. ഞാനില്ലേ? നീ കൊടുക്ക്, എന്നെ കൊണ്ട് ഓംലെറ്റ് വന്നിട്ടില്ല കേട്ടോ. കുറച്ച് കുടിക്ക്. ആരോ അടിച്ചല്ലോടാ. എന്താ പ്രശ്നം? എന്താടാ ഈ കാണിക്കുന്നത്? എന്തു കൂടിയാടാ? എന്റെ ദൈവമേ. എടി ശാലിനി, ഇറങ്ങി വാടി. വാടി. കുടിച്ചിട്ടുണ്ടോ? അതെടി ഞാൻ കുടിച്ചിട്ടുണ്ടടി. അത് നിനക്കെന്താ? മോനെ ഏയ്, അയ്യോ ഒരു വിവരമില്ലാത്തവള് രാജാവിന് പുറത്ത് നല്ലൊരു ചെറുക്കനെ കിട്ടിയിട്ട് ഇരക്കേട് പറയാ. അവൻ ആരാന്നറിയോ? ഗവൺമെന്റ് ഓഫീസറാ. എന്നെ കല്യാണം കഴിച്ച നിന്റെ ഗതി പിന്നെ എന്താ? വേണ്ടേ വേണ്ടോന്ന് അതിങ്ങോട്ട് തരുന്നുണ്ടോ? എടാ കുടിക്കരുതെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വിടാൻ നിങ്ങൾക്ക് ഈ ശീലം വേണ്ട. നിങ്ങളെ വിശ്വസിച്ച് എന്തിനാണ് നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കുന്നേ? എന്നെ നമ്പിയാണ് നിൽക്കുന്നേ. അത് വേണ്ട. ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് പോയിക്കോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറുക്കനെ കിട്ടോ? പക്ഷെ അവൾക്ക് കിട്ടി കേട്ടോ. മഴ പെയ്താലും വെയിലാണെങ്കിലും ശമ്പളം മാസം മാസം വരും. ആർക്കും കിട്ടാതെ ഇങ്ങനത്തെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയപ്പോ വേണ്ടെന്നല്ലേ? വേണ്ടെന്ന്. നിങ്ങളൊക്കെ എത്ര വർഷമായി ആട്ടം തുടങ്ങിയിട്ട്? നീ കഴിക്കുന്ന ചോറിനും ജീവിക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? പറയടി. കാരണം എന്താ? നിങ്ങൾക്ക് അത്ര പൈസ കിട്ടുന്നുള്ളൂ. ഈശ്വരനായിട്ട് കൊണ്ടുവന്നൊരു സൗഭാഗ്യം വേണ്ടാന്ന് പറയുന്നു. നിന്റെ ബുദ്ധിക്കും സ്വഭാവത്തിനും പറ്റിയ ഒരുത്തിനെ വേറെ എവിടെ നിന്ന് കിട്ടാനാടി? വിവരമില്ലാത്ത കഴുതേ. ആ നിന്നെ പോലെയല്ല. സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, ഒന്നും ചെയ്യില്ല. അവനെയാണോ നീ വേണ്ടെന്ന് പറയുന്നത്? എന്നെങ്കിലും നിന്റെ നാവ് കൊണ്ട് നീ നല്ലത് പറഞ്ഞിട്ടുണ്ടോടി? വായ തുറന്ന് ആവശ്യമില്ലാത്തതും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ അല്ലേ നീ സംസാരിക്കാറുള്ളത്? എന്താ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത്? പറയുന്നതിലേക്ക് ഒരു മര്യാദ വേണ്ടേ? അച്ഛാ ഏട്ടൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയട്ടെ. ഇനിയും പറയാൻ എന്താ ഉള്ളത്? നിന്റെ ആട്ടം കണ്ട ആരെങ്കിലും നിന്നെ കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും നിന്നെ കൂടെ കിടക്കാനല്ലേ വിളിച്ചത്? എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ശാലിനി, അവൻ കുടിച്ചിട്ട് പിച്ചുമ്മയും പറയുന്നതാ. നീ ഒന്ന് മനസ്സിൽ വെക്കണ്ട. അല്ലച്ചാ, ചാരായം കുടിച്ച മനസ്സിലുള്ളതൊക്കെ പുറത്തു വരുമെന്നല്ലേ പറയാ. പറയട്ടെ. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. പോയി കിടന്നു. ചേട്ടൻ മനസ്സൊന്ന് തുറക്കട്ടെ. ശരിക്കും എടി എന്താടി? എന്നും ബംഗ്ലാവിൽ കിടക്കുന്നവളെ പോലെയാണോ നിന്റെ സംസാരം? റോഡിൽ കുഞ്ഞുടുപ്പിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ആട്ടക്കാരിയാടി നീ. ഇന്ന് ഒരുത്തും നിന്നെ ഒരു പെണ്ണായി കണ്ടിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ച് കാലിൻ്റെ അടി കിടന്ന് ഗഞ്ചുമ്പോഴേ
അവൻ ഒഴിവാക്കി ഒന്നിനും പറ്റാത്ത എന്റെ പിന്നാലെ നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് അലയുന്നേ? തെറ്റെന്റെ തന്നെയാ. ഞാൻ നിനക്ക് വേണ്ടി എത്ര നാള് പുറകെ നടന്ന്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അവനെ നീ കെട്ടിക്കൊള്ളാന്ന് ദൈവത്തിന് തലതൊട്ട് സത്യം ചെയ്യേ. നീ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളാ എന്റെ ദൈവം. അതിൻ്റെ ഇടയിൽ എന്തിനീ കല്ലും മണ്ണും? ആ